സംസ്ഥാനത്തെ ആരോഗ്യ സംവിധാനത്തിൽ അനാസ്ഥയുണ്ടെന്ന ആരോപണങ്ങളിടയാക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സിറ്റി സ്കാൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവാദം. കഴക്കൂട്ടം സ്വദേശിയായ 24-കാരൻ ഷിഹാസിന് നൽകിയ സ്കാൻ റിപ്പോർട്ടിലാണ് ഗുരുതര പിഴവ് ഉണ്ടായെന്ന ആരോപണം ഉയർന്നിരിക്കുന്നത്. വയറുവേദനയെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പരിശോധനയ്ക്കെത്തിയ ഷിഹാസിന് മൂത്രക്കല്ലിൽ സംശയിച്ച് സിറ്റി സ്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഫെബ്രുവരിയിൽ നടത്തിയ സ്കാനിന്റെ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം ലഭ്യമാകുമെന്നായിരുന്നു ആശുപത്രി അധികൃതർ അറിയിച്ചത്. എന്നാൽ വേദന കുറഞ്ഞതിനെ തുടർന്ന് ഷിഹാസ് ഉടൻ റിപ്പോർട്ട് വാങ്ങാൻ പോയിരുന്നില്ല. ഒരു മാസം കഴിഞ്ഞ് വീണ്ടും വയറുവേദന അനുഭവപ്പെട്ടതോടെ സമീപത്തെ ഐരാണിമുട്ടം ഹോമിയോ കോളേജിൽ ചികിത്സ തേടിയപ്പോൾ മുൻപെടുത്ത സ്കാൻ റിപ്പോർട്ട് കൊണ്ടുവരാൻ നിർദ്ദേശിക്കപ്പെട്ടു. തുടർന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ട് പരിശോധിച്ച ഹോമിയോ ഡോക്ടർമാർ അതിൽ ഗുരുതരമായ പിഴവുണ്ടെന്ന് കണ്ടെത്തിയാണ് ആരോപണം. റിപ്പോർട്ടിൽ പുരുഷനായ രോഗിയുടെ ശരീരത്തിൽ ഗർഭപാത്രമുള്ളതായി സൂചിപ്പിക്കുന്ന വിവരം ഉൾപ്പെട്ടിരുന്നതാണ് വിവാദത്തിന് കാരണം. ഇതോടെ ആശങ്കയിലായ ഷിഹാസ് വീണ്ടും മെഡിക്കൽ കോളേജിലെത്തി വിശദീകരണം തേടി. തുടർന്ന് ആശുപത്രി അധികൃതർ മുൻപ് നൽകിയ റിപ്പോർട്ട് പിൻവലിച്ച് പുതിയ സ്കാൻ റിപ്പോർട്ട് നൽകിയതായി അറിയുന്നു. പ്രാഥമിക വിവരങ്ങൾ പ്രകാരം സ്കാൻ റിപ്പോർട്ട് മാറിപ്പോയതോ മറ്റൊരാളുടെ റിപ്പോർട്ട് തെറ്റായി നൽകിയതോ ആയിരിക്കാമെന്നാണ് സൂചന. സംഭവവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതിനിടെ ആശുപത്രി സംവിധാനങ്ങളിലെ നിലവാരവും പരിശോധന പ്രക്രിയകളിലെ കൃത്യതയും വീണ്ടും ചർച്ചയാകുകയാണ്. ആരോഗ്യ മേഖലയിലെ പിഴവുകളും അനാസ്ഥയും സംബന്ധിച്ച് നേരത്തെ തന്നെ വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ ഈ സംഭവം കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് വിവിധ വൃത്തങ്ങളിൽ നിന്നും ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്. മൊത്തത്തിൽ രോഗികളുടെ സുരക്ഷയും ചികിത്സാ നിലവാരവും ഉറപ്പാക്കാൻ ആരോഗ്യ സ്ഥാപനങ്ങളിൽ കർശനമായ നിയന്ത്രണങ്ങളും ഉത്തരവാദിത്തവും ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ഈ സംഭവം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ആരും അറിയണ്ട, ഞാനീ പോയി സംസാരിക്കുന്ന പറയേണ്ട ആവശ്യം എന്തിനാണ്? നിങ്ങൾ ഈ റിപ്പോർട്ട് എന്തൊരു ഉദ്ദേശത്തിൽ എഡിറ്റ് ചെയ്തു? പിന്നെ ആരെഡിറ്റ് ചെയ്ത് റിപ്പോർട്ട് എന്നത് പറ. പിന്നെ ആരാണ് എഡിറ്റ് ചെയ്ത റിപ്പോർട്ട് എടുത്തത്? പിന്നെ ആരെഡിറ്റ് ചെയ്ത റിപ്പോർട്ട് എന്താ? ഇത് പഴയ റിപ്പോർട്ട്, പുതിയ റിപ്പോർട്ട് എവിടെയെന്നാ ചോദിക്കുന്നത്? എവിടെ പോയി? നിങ്ങൾ എഡിറ്റ് ചെയ്ത റിപ്പോർട്ട് എടു. നിങ്ങൾ എഡിറ്റ് ചെയ്ത റിപ്പോർട്ട് വരാത്ത കാര്യം എന്ത്? നിങ്ങൾ പഴയ റിപ്പോർട്ട് ചോദിക്കും. നിങ്ങൾ എഡിറ്റ് ചെയ്ത് നിങ്ങൾ എന്തൊരു ഉദ്ദേശത്തിൽ എഡിറ്റ് ചെയ്തെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ സ്കാനിങ് ചെയ്ത് എന്തൊരു ഉദ്ദേശത്തിൽ നിങ്ങൾ എഡിറ്റ് ചെയ്തു? അതാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ നിങ്ങൾ എഡിറ്റ് ചെയ്ത റിപ്പോർട്ട് കൊണ്ട് നിന്റെ തന്നതോ? അടാ സംസാരിക്കല്ലോ, കൂടെ സംസാരിക്കല്ലോ. പറഞ്ഞ മനസ്സിലായ? കൂടെ മനസ്സിലായ? എന്തേ നിങ്ങൾ അടിക്കണോ? നിന്നെ എഡിറ്റ് ചെയ്ത റിപ്പോർട്ട് എങ്ങനെ എനിക്ക് കൊണ്ടുതന്ന? നീ എഡിറ്റ് ചെയ്ത റിപ്പോർട്ട് എങ്ങനെ എനിക്ക് കൊണ്ട് തന്നത്? എഡിറ്റ് ചെയ്ത റിപ്പോർട്ട് എങ്ങനെ കൊണ്ട് തന്ന? ഇല്ലേ, നിങ്ങൾ ചെയ്യാതെ എഡിറ്റ് ചെയ്ത റിപ്പോർട്ട് എങ്ങനെ എന്റെ കയ്യിൽ എത്തിയെന്നാണ് ഞാൻ ചോദിക്കണ. നിങ്ങൾ എഡിറ്റ് ചെയ്യാതെ എങ്ങനെ എഡിറ്റ് ചെയ്ത റിപ്പോർട്ട് എന്റെ കയ്യിൽ കിട്ടിയെന്നാണ് ഞാൻ ചോദിക്കണ. പിന്നെ നിങ്ങൾ ആരെഡിറ്റ് ചെയ്ത് പിന്നെ എന്റെ കൊണ്ട് തന്നത്? പിന്നെ ആരെഡിറ്റ് ചെയ്തോണ്ട് തന്നെന്ന് പറ. എന്തൊരു സമാധാനപ്പെടാൻ? ഇത്ര നേരം സമാധാനത്തിനാണോ സംസാരിച്ചത്?